സഹോദരര് പെണ്ണുങ്ങളെ ഉള്ളിൽ ഇരുത്തുകയാണ്. ആരാ അവിടെ ഉള്ളിനുള്ളിൽ ഇരുത്തണത്? അപ്പം സുഹൃത്തുക്കളെ, ശരിയായ ദീനിന്റെ തത്വങ്ങൾ പോലും അറിയാതെ പ്രസംഗിക്കുന്ന ആളുകളും മാത്രമല്ല, ഇയാള് നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ വെല്ലാൽക്കുന്ന കളിയാക്കി. മംഗലാപുരം മിമ്പറിൽ ഇപ്പം ചില ആളുകളെ വെല്ലുന്ന JCB മാതിരിയാണ്. AP അബ്ദുൽ ഖാദർ മൗലവിന്റെ അടുത്ത് നിസ്കരിക്കാൻ നിന്നാൽ അദ്ദേഹം വെല്ലാൽക്കണേ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഹദീത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ നടപ്പിലാക്കല മുസ്ലിമീങ്ങളുടെ സ്വഭാവം. അതിന് JCB എന്ന് കളിയാക്കല്ല, കൈ കുത്തി എണീക്കണീനെ കരാട്ടക്കാരെ മാതിരിയാ കളിയാക്കുക. സൊഫ് നിൽക്കണീനെ കാലുമ്മ ചവിട്ടുക കളിയാക്കുക. കാലുമ്മ ചവിട്ടല്ല, റസൂല് പറഞ്ഞതാ. വകാന അഹദുന, സഹാബികൾ പറയാ, സൊഫ് ശരിയാക്കണമെന്ന് റസൂല് പറഞ്ഞാൽ ഞങ്ങളിൽ ഒരാൾ യുൽസിക്കു മൻകിബഹു ബിമൻകിബി സാഹിബിഹി, ഞങ്ങളിൽ ഒരാളുടെ ചുമൽ തൊട്ടടുത്തവന്റെ ചുമലോട് ഒട്ടിച്ചു വെക്കും. ഖദമഹു ബിഖദമിഹി, പാദത്തോട് ഒട്ടിച്ചു വെക്കും. വിരലുകൾ ഖിബ്ലക്ക് നേരേക്ക് അടുപ്പിച്ച് ഗ്യാപ്പ് അടച്ചു നിൽക്കും. അങ്ങനെ നിസ്കാരത്തിൽ നിൽക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ സെലഫികൾ നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ്. സെലഫികൾ വാശിയോടെ ജനങ്ങൾക്കിടയിൽ സുന്നത്തിനോടുള്ള പ്രതിബദ്ധത വളർത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ സുന്നത്തിനെ പരിഹസിക്കുന്ന, ഹദീസുകളെ തള്ളിക്കളയുന്ന ആളുകൾ, ഇത്തരം ആളുകളാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിന്റെ പിന്നിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഹദീസ് നിഷേധത്തിനെതിൽ പ്രസംഗിച്ച അനസ് മൗലവിക്കും അനീഫ് കായക്കൊടിക്കുമൊക്കെ അവസാനം ഈ KKP ആക്കളുടെ ഇത്തരം വാദമുള്ളവർ താങ്ങി നടക്കേണ്ട ഗതികേടിലേക്കാണ് അവരെത്തിപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാരത്തിനു ശേഷം നമുക്കതിനെ സംബന്ധിച്ച് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സർവാധിനാഥനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണേ എന്ന പ്രവാചകൻ്റെ ഓരോ പ്രസംഗത്തിലുമുള്ള വസിയ്യത്ത് ഞാനിവിടെ ആവർത്തിച്ചു ഓർമ്മപ്പെടുത്തുകയാണ്. മഗ്രിബ് നമസ്കാരത്തിനു മുമ്പ് പറഞ്ഞു വന്ന വിഷയത്തിൻ്റെ തുടർച്ച, അതിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പായി ആമുഖമായി നമ്മൾ ഓരോരുത്തരും എന്നും ഓർക്കേണ്ട ചില കാര്യങ്ങൾ സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ ഈ ആദർശ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള മുഖ്യമായ പ്രേരകം പരലോകത്തു രക്ഷപ്പെടണം എന്ന നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. എന്തുകൊണ്ട് നീയൊരു സമസ്തക്കാരനാകുന്നില്ല, എന്തുകൊണ്ട് നീയൊരു ജമാഅത്തെ ഇസ്ലാമിക്കാരനോ തബ്ലീഗുകാരനോ ആകുന്നില്ല എന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ പോകാൻ ഏറ്റവും നല്ല മാർഗം സലഫുകളുടെ മാർഗമാണ് എന്ന് മനസ്സിലാക്കിയ പ്രസ്ഥാനം, അതിലേക്ക് മുസ്ലിമീങ്ങളെ വഴി നടത്താൻ പരിശ്രമിക്കുന്ന പ്രസ്ഥാനം സലഫി പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പ്രവർത്തിക്കുന്നത്. മറ്റു പ്രസ്ഥാനങ്ങൾ ആ രീതിയിലേക്ക് എത്തുന്നില്ല എന്നതാണ് ഒരു സാധാരണ സലഫി പ്രവർത്തകന് പറയാനുള്ള മറുപടി. നമ്മളൊക്കെ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുകയും മരണാനന്തരം സ്വർഗം ലഭിക്കണം, നരകശിക്ഷയിൽ നിന്ന് മോചനം നേടണം എന്നതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. എന്താണ് അതിനുള്ള മാർഗം എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ കിതാബും പ്രവാചകന്റെ ചര്യയും ശരിക്കും ഉൾക്കൊണ്ട് അതിൻ്റെ പ്രഥമ അഭിസംബോധിതരായ സഹാബ സമൂഹം അതെങ്ങനെ മനസ്സിലാക്കി എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക, അതുമാത്രമാണ് അതിനുള്ള പരിഹാരം. നമുക്കറിയാം, നമ്മളൊക്കെ എപ്പോഴാണ് മരിക്കുക എന്നറിഞ്ഞുകൂടാ. കണ്ണൂരിലും പരിസരത്തുമുള്ളവർക്കൊക്കെ ഇപ്പോഴും വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ അടുത്തു നടന്ന ടാങ്കർ ദുരന്തം. രാത്രി വീട്ടിൽ കിടന്നുറങ്ങിയ ആൾ വമ്പിച്ച സ്ഫോടനവും തീ കത്തുന്നതും പൊട്ടിത്തെറിക്കുന്നതും കെട്ടി ഞെട്ടി ഉണരുകയാണ്. എത്ര ആൾക്ക് പരിക്കു പറ്റി? 20ഓളം ആളുകൾ വെന്തു മരിച്ചു. അള്ളാഹു അവരുടെയൊക്കെ കുടുംബങ്ങൾക്ക് ആശ്വാസവും ക്ഷമയും നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ അങ്ങനെ അപ്രതീക്ഷിതമെന്ന് നമ്മൾ പറഞ്ഞാലും അള്ളാഹു നിശ്ചയിച്ചൊരവധിക്ക് മരിക്കേണ്ടവരാണ്. സ്വാഭാവികമായും മരണാനന്തര ജീവിതത്തിൽ നമുക്ക് ഖബറിലെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകണം, വിചാരണ എളുപ്പമായി സ്വർഗത്തിൽ പോകണം, നന്മ തിന്മകൾ തൂക്കുമ്പോൾ നന്മകൾക്ക് കൂടുതൽ കനം തൂങ്ങി പടച്ചവന്റെ പ്രീതിയും പൊരുത്തവും സമ്പാദിച്ച് സ്വർഗത്തിൽ പോകണം. അതിനുള്ള മാർഗം എന്താണ്? നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ബനു ഇസ്രായേൽ സമുദായം 72 കക്ഷിയായി വേർപിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മത്ത് 73 കക്ഷിയായി വേർപിരിയും.
കുല്ലുഹും ഫിന്നാരി ഇല്ലാ വാഹിദ, അവരെല്ലാവരും നരകത്തിലാണ് ഒരു കക്ഷി ഒഴികെ. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഏതാണ് ആ കക്ഷി? റസൂലുള്ളാഹിയുടെ ചുരുങ്ങിയ മറുപടി, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ അനുയായികളും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ, ഏതൊരു നിലപാടിലാണോ ആ നിലപാടിൽ നിലകൊള്ളുന്നവർ. വാസ്തവത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേരു തന്നെ നമ്മുടെ മുൻഗാമികൾ സ്വീകരിച്ചത് ഈ ഹദീസിൽ നിന്നാണ്. മാ അന അലൈഹി, ഞാൻ ഏതൊരു മാർഗത്തിലാണോ എന്ന് റസൂൽ പറഞ്ഞതാണ് അസ്സുന്ന. വഅസ്ഹാബി, എൻ്റെ സഹാബികൾ എന്ന് പറഞ്ഞതാണ് അൽ ജമാഅ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ജീവിച്ച് കാണിച്ച മാർഗം, അതിൽ നിന്നും വരെ തെറ്റാതെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആദർശം. നമ്മൾ പ്രസംഗങ്ങളിൽ വിഷയം വെക്കും അഹ്ലുസുന്ന വൽ ജമാഅ, എന്നിട്ട് നമ്മൾ പറയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണെന്ന് അവകാശപ്പെടുന്ന സമസ്തക്കാരെ നിങ്ങൾക്കതിന് അർഹതയില്ല. കാരണം നിങ്ങളുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ റസൂൽ പഠിപ്പിക്കാത്ത, സ്വഹാബത്ത് കാണിച്ചു തരാത്ത പലവിധ ബിദ്അത്തുകളും ശിർക്ക് ഖുറാഫാത്തുകളും ഉണ്ട്. എന്നാൽ ഞങ്ങളുടെ ആദർശത്തിലും ഞങ്ങളുടെ പെരുമാറ്റത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും പ്രവാചകൻ പഠിപ്പിക്കാത്ത, സ്വഹാബത്ത് മാതൃക കാണിക്കാത്ത വല്ലതും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഉൾക്കൊണ്ടവർ എന്ന അഭിമാനത്തോടെ പറയുന്നവരാണ് നാം. സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നാം പാലിക്കാറുണ്ടോ? ഓരോ ജീവിത പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ എന്തു ചെയ്തു, എൻ്റെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എന്തു പഠിപ്പിച്ചു എന്ന് ഞാനും നിങ്ങളും ആലോചിക്കാറുണ്ടോ എന്ന് ഈ സന്ദർഭത്തിൽ നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ആ ഒരു മാർഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനാണ് ഈ കൂട്ടായ്മ നാം രൂപീകരിച്ചിട്ടുള്ളത്. 1924 കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ 2ാം വാർഷികത്തിൽ രൂപം കൊണ്ട നമ്മുടെ കേരള ജംഇയ്യത്തുൽ ഉലമ, പരിപാവനമായ ആ സംഘടനയുടെ പേരെന്താണെന്നോ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഉലമാ സംഘം എന്നാണ്. അത് വെറുതെ പേര് കൊടുത്തതല്ല, എതിരാളികളെ ചൊടിപ്പിക്കാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേരിൽ ഞങ്ങളാണിതെന്ന് അഭിമാനം പറയാനോ അല്ല. ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ കാണാം, മെമ്പർഷിപ്പ് ലഭിക്കണമെങ്കിൽ അറബി ഭാഷയിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു പണ്ഡിതനാകുന്നതോടൊപ്പം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസാചാരങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ആളായിരിക്കണം. അങ്ങനെയാണ് നാം ഈ പ്രസ്ഥാനത്തെ മനസ്സിലാക്കി പോന്നിട്ടുള്ളത്. എന്താണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ മുഖ്യമായത്? നമുക്കറിയാം, അത് തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവന്റെ പേരിൽ മാത്രം നേർച്ച വഴിപാടുകൾ നടത്തുക, അവന്റെ നാമവിശേഷണങ്ങളെ മറ്റൊരാൾക്കും വകവെച്ചു കൊടുക്കാതിരിക്കുക, അതിന് വ്യാഖ്യാനമോ വിശദീകരണമോ നൽകാതെ ആദിമ തലമുറകൾ ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളുക. ഈ തൗഹീദ്, അതാണ് നാം ജനങ്ങളെ പഠിപ്പിച്ചത്. ഇന്നഹു മയുശ്രികു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. തൗഹീദിന് വിരുദ്ധമായ ശിർക്കിൽ ആരെങ്കിലും അകപ്പെട്ടാൽ അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്, അവർക്ക് ചെന്നു ചേരാനുള്ളത് വമഅവാഹുന്നാർ, നരകമാണ് അവരുടെ സങ്കേതം. വമാലിൽ ളാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് യാതൊരു തരത്തിലുള്ള സഹായിയുമില്ല. ശിർക്കിനെ ഭയപ്പെടണമെന്നും ശിർക്ക് വരാതെ സൂക്ഷിക്കണമെന്നും ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. ശിർക്കിന്റെ സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാ വകുപ്പുകളിൽ നിന്നും രക്ഷപ്പെടാവുന്ന ഒരു പ്രാർത്ഥന അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക ശൈഅൻ അഅലമു വഅസ്തഗ്ഫിറുക ലിമാ ലാ നഅലം. പടച്ചവനെ, ഞാൻ അറിഞ്ഞുകൊണ്ട് വല്ലതും നിന്നിൽ ശിർക്ക് വെക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഞാൻ അറിയാതെ വല്ല ശിർക്കും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാനിതാ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ശിർക്ക് വരാൻ സാധ്യതയില്ല ഈ ഉമ്മത്തിലെന്ന് പ്രചണ്ഡമായ പ്രചാരണം നടത്തുന്ന മുസ്ലിയാക്കന്മാരോട് നാം മറുപടി കൊടുത്തു, ഇല്ല, ഈ ഉമ്മത്തിൽ ശിർക്ക് വരും. ശിർക്കിനെ നിങ്ങൾ പേടിക്കണം, ശിർക്കിനെ സൂക്ഷിക്കണമെന്നാണ് പുണ്യ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. ശിർക്ക് വരികയില്ല എന്ന ദുഷ്പ്രചാരണം ഇന്നത്തെ ശിർക്കിനെ വെള്ളപൂശാനാണെന്ന് നമ്മൾ പ്രസംഗത്തിലൂടെ, ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന മലപ്പുറം ജില്ല, അവിടെ നടക്കുന്ന സലാത്ത് നഗർ, റമളാൻ 27-ന് നമ്മുടെ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നുമൊക്കെ ആളുകൾ വണ്ടിയെടുത്ത് പോവുകയാണ്. അവസാനത്തെ 10 ഇത്തികാഫിരിക്കുന്നതിന് പകരം സലാത്ത് നഗറിൽ പോകുന്നു. സ്വലാത്ത് സുന്നത്താണ്, നിസ്കാരത്തിലും അല്ലാത്തപ്പോൾ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സ്വലാത്ത് പറയാറുണ്ട്. അതൊരു പുണ്യമാണ്, ഇബാദത്താണ്. പക്ഷേ റസൂലുള്ളാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് സ്വലാത്ത് നഗറുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. ജാറങ്ങളിലേക്ക് റമളാൻ അവസാനത്തെ 10-ൽ ഈ പ്രത്യേകമായ സിയാറത്ത് യാത്ര നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കണ്ണൂരിലെ തക്കി ബസാറായാലും പുറത്തിലായാലും 3 പറ്റും ദർഗാ ഷരീഫായാലും അങ്ങനെ പേരുള്ളതും പേരില്ലാത്തതുമായ ഒട്ടനവധി ജാറങ്ങൾ കണ്ണൂരിലും കാസർഗോഡും ഒക്കെയുണ്ട്. കൊല്ലം ജില്ലയിലുണ്ട്, മലപ്പുറത്തുണ്ട്, എല്ലായിടത്തുമുണ്ട്. ലാനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ,
ജൂത ക്രിസ്ത്യാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കട്ടെ. ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവരുടെ നബിമാരുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിരിമാറിൽ തലവെച്ചുകൊണ്ട് അവസാന സമയം കഴിച്ചു കൂട്ടുമ്പോൾ പ്രവാചകൻ പറഞ്ഞ കാര്യമാണത്. യഹൂദികളെയും ക്രിസ്ത്യാനികളെയും ശപിക്കാൻ വേണ്ടിയല്ലാതെ, ശപിച്ചുകൊണ്ട് അവരോടുള്ള വിഷമം തീർക്കാനല്ല, പിന്നെയോ ഉമ്മത്തിനെ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ഉമ്മത്തൊരിക്കലും തന്നെ മഹാന്മാരുടെ ഖബറുകൾ ആരാധിക്കുന്ന പൂജിക്കുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ. പക്ഷെ എന്താണ് ഇന്ന് നാം കാണുന്നത്? എത്രയെത്ര ജാറങ്ങളാണ് മുസ്ലിം ഉമ്മത്തിൽ പെരുകി വരുന്നത്. അതിനെല്ലാം ന്യായീകരിച്ചുകൊണ്ട് ശിർക്ക് ഖുറാഫാത്തുകളെ അരക്കിട്ടുറപ്പിക്കാനുള്ള പരിശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, എന്തൊരു നന്ദികേടാണ് മുസ്ലിമീങ്ങൾ ചെയ്യുന്നത്. ഒരു പുതിയ വീടുണ്ടാക്കിയാൽ അതിൽ താമസിക്കുന്നതിന് മുമ്പായിട്ട് ഒരു മൗലീദ് നടത്തിയിരിക്കണം. എന്നിട്ട് റസൂലുള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മൗലീദ് അവിടെ ചൊല്ലി ആ ശിർക്കോട് കൂടി ആ വീട്ടിൽ കയറുന്നത് എന്തൊരാപത്താണെന്ന് ആലോചിച്ചു നോക്കൂ. ആളുകൾക്ക് അറിഞ്ഞുകൂടാ. ഹജ്ജിന് പോകാൻ ഇറങ്ങുമ്പോ ഹജ്ജിന് വേണ്ടി പൈസ കെട്ടിയാൽ പോയി പിന്നെ ജാറത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ പറയാണ്, ഞാനും എൻ്റെ ഭാര്യ ഇങ്ങനെ പോവുകയാണ്, തൊട്ടടുത്ത ജാറത്ത് പോയി എല്ലാ ജാറത്തിലും പോയിട്ടാണ് അവർ ഹജ്ജിന് പോകുന്നത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ റസൂലുള്ളാഹിന്റെ ഖബർ കാണാനും മുത്താനുമുള്ള ഒരവസരമായിട്ടാണ് നമ്മുടെ ആളുകൾ കാണുന്നത്. ഈ രീതിയിൽ മുസ്ലിം ഉമ്മത്തിലെ ഖുറാഫാത്തിലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണത, അതാണ് മുസ്ലിം പണ്ഡിതന്മാർ വലിയൊരു വിഭാഗവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരിലാണ് വാസ്തവത്തിൽ നാം പടനയിച്ചത്. 1924 ഉണ്ടാക്കിയ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്നും 2 കൊല്ലം കഴിഞ്ഞപ്പോൾ കുറെ ആളുകൾ പിരിഞ്ഞുപോയി. എന്തായിരുന്നു കാരണം? ജംഇയ്യത്തുൽ ഉലമ ഉയർത്തിപ്പിടിക്കുന്ന ഖുർആനും സുന്നത്തും സഹാബത്തിന്റെ നടപടിക്രമങ്ങളും എന്ന ആദർശം, അതുമായി മുന്നോട്ട് പോയാൽ ഇവിടെയുള്ള പല ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകൾക്കും അഡ്രസ് ഉണ്ടാവുകയില്ലെന്ന് മനസ്സിലാക്കി അവർ ബദൽ ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചു. അതാണ് 1930-കളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്ട്രേഷൻ കിട്ടിയത്. അവർ ഇത്താലം അത്രയും പാസ്സാക്കിയ പിന്തിരിപ്പൻ പ്രമേയങ്ങളും അവരുടെ നിലപാടുകളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും, നിലവിലുള്ള മുഴുവൻ അന്ധവിശ്വാസ അനാചാരങ്ങൾ അരക്കെട്ടുറപ്പിക്കാനാണ് അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. ഇന്നും അവർ ആ ശ്രമം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവർ എത്ര വിഭാഗങ്ങളായാലും ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകളുടെ കാര്യത്തിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ നിങ്ങൾ നോക്ക്, 1940-കളിൽ മൗദൂദി ഒരു പുതിയ സംഘടനയുമായി വന്നു. പക്ഷേ കേരളത്തിൽ അത് എത്തുന്നത് KC അബ്ദുള്ള മൗലവിയുടെ നേതൃത്വത്തിൽ 1950-കളിലാണ്. കേരള ജംഇയ്യത്തുൽ മെമ്പറായിരുന്നു KC അബ്ദുള്ള മൗലവി. ഇബാദത്തിന് അനുസരണം, ആരാധന, അടിമവേല എന്നിങ്ങനെ 3 അർത്ഥങ്ങളുണ്ടെന്നും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിൽ അതുകൂടി പരിഗണിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത്. ആളുകൾക്ക് ആദ്യമൊന്നും അതിന്റെ അപകടം മനസ്സിലായില്ല. പ്രബോധകന്മാർക്കും പണ്ഡിതന്മാർക്ക് പോലും എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കുന്നത്, നമ്മൾ ഒരുമിച്ച് പോയാൽ പോരെ എന്ന് ചിന്തിക്കുന്നവർ അക്കാലത്തുണ്ടായിരുന്നു. മഹാനായിരുന്ന ഉമർ മൗലവി റഹിമഹുല്ല ഒറ്റയാൾ പട്ടാളമായി അദ്ദേഹം രംഗത്തിറങ്ങി. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയല്ല, നിങ്ങൾ ജമാഅത്തെ മൗദൂദിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. മൗദൂദി എന്നിങ്ങനെ വിളിക്കുന്നത് പലപ്പോഴും AP അബ്ദുൽ ഖാദർ മൗലവി പോലും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, മൗലവി നിങ്ങൾ എന്തിനാ അവരെ മൗദൂദി എന്ന് വിളിക്കുന്നത്? മൗലവി സുഖമില്ലാതെ കിടക്കുമ്പോൾ AP കാണാൻ പോയപ്പോൾ പറഞ്ഞു, ഞാനും നിങ്ങളും തമ്മിൽ ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്, നിങ്ങൾ അവരെ മൗദൂദി എന്ന് വിളിക്കുന്നത് ഞാൻ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്, അത് മാത്രമാണ് നമ്മൾ തമ്മിലുള്ളൊരു വിഷമം, അതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് AP പറഞ്ഞതായിട്ട് APയുടെ ഒരു പ്രസംഗത്തിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ ആ രീതിയിലാണ് സുഹൃത്തുക്കളെ മൗദൂദിയുടെ ആദർശങ്ങളെ വിമർശിക്കുമ്പോൾ ഉമർ മൗലവിയുടെ ശൈലി പലർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഒരിക്കൽ AP തന്നെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, മൗലവിയുടെ ശൈലിയോട് ഞങ്ങൾക്ക് പലർക്കും യോജിപ്പില്ലായിരുന്നു, പക്ഷെ ഇഷ്ടമില്ലാത്ത ആ ശൈലി ഉപയോഗിച്ചു തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ അപകടം ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുത്തി തന്നത് മഹാനായ ഉമർ മൗലവി ആയിരുന്നുവെന്ന് AP തന്നെ ഉമർ മൗലവി ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ആ രീതിയിൽ ഉമർ മൗലവിയെ പടനയിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ജമാഅത്തെ ഇസ്ലാമിയുടെ അപകടം ഇന്ത്യൻ പണ്ഡിതന്മാർക്ക് മാത്രമല്ല, അറബ് ലോകത്ത് ഷെയ്ഖ് ഇബ്നു ബാസ് അടക്കമുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളായിരുന്നു യഥാർത്ഥത്തിൽ മഹാനായ ഉമർ മൗലവി റഹിമഹുല്ല. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ചേകനൂര് നമ്മുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ഹദീസ് നിഷേധത്തിലേക്ക് പോയി. ഖുർആൻ മാത്രം മതി, ഹദീസ് പ്രമാണമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹദീസുകളെ പുച്ഛിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും അദ്ദേഹം രംഗത്ത് വന്നപ്പോൾ നമ്മുടെ കൂടെ പ്രവർത്തിച്ച ആളല്ലേ എന്ന നിലക്ക് നമ്മുടെ പണ്ഡിതന്മാർ മൗനം പാലിച്ചില്ല. അവർ അതിനെതിരിൽ പ്രവർത്തിച്ചു, ചേകനൂരിസത്തിനെതിരിൽ സംസാരിച്ചു. അന്നും ചിലർക്കൊക്കെ ചേകനൂരിനൊപ്പം നമ്മൾ അങ്ങനെ പരസ്യമായിട്ട് എതിർക്കണോ എന്ന് ചിന്തിച്ചവരുണ്ടായിരുന്നു. പക്ഷെ AP അബ്ദുൽ ഖാദർ മൗലവി ഉറച്ചു നിന്നു, പരസ്യമായി തന്നെ അയാളെ നേരിടണം, അല്ലെങ്കിൽ ഈ ഫിത്ന ഒരിക്കലും പോവുകയില്ല എന്ന്.
APയുടെ ആ നിലപാട് പലർക്കും ഇഷ്ടമില്ലാതിരുന്നും AP അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും പിന്നീട് പലർക്കും ബോധ്യപ്പെട്ടു അങ്ങനെ നേരിട്ടത് കൊണ്ടാണ് ചേകനൂരിസം ഇവിടെ വേരുപിടിക്കാതെ പോയത് എന്ന്. അതുപോലെ തന്നെ CN അഹമ്മദ് മൗലവി, അദ്ദേഹത്തിന്റെ പരിഭാഷ ആദ്യകാലത്തൊക്കെ ഇസ്ലാഹി പ്രവർത്തകരിൽ പലർക്കും വളരെ ഇഷ്ടമായിരുന്നു, അവരിൽ പലരും വായിച്ചിരുന്നു അത്. പക്ഷെ എന്താ സംഭവിച്ചത്? CN അഹമ്മദ് മൗലവി മുഅ്ജിസത്തുകളെ നിഷേധിക്കുവാനും ആയത്തുകൾക്ക് സ്വന്തമായ വ്യാഖ്യാനങ്ങൾ നൽകി, സലഫ് സാലിഹുകൾക്ക് പരിചയമില്ലാത്ത വ്യാഖ്യാനങ്ങൾ നൽകി മുഅ്ജിസത്തുകളെ പലതിനെയും നിഷേധിച്ചു. ജിന്ന് എന്നൊരു വർഗം തന്നെ ഇല്ല. ജിന്നും ഇൻസും എന്ന് പറഞ്ഞാൽ രണ്ടും മനുഷ്യർ തന്നെയാണ്. കാടൻ നാടൻ അപരിഷ്കൃതരായ മനുഷ്യർ, കാട്ടുവർഗക്കാർ, അവരാണ് ജിന്ന് എന്നൊക്കെ വാദിച്ചപ്പോൾ KM മൗലവിയും ഉമർ മൗലവിയും അലവി മൗലവിയും അമാനി മൗലവിയും ഒക്കെ അതിനെതിരിൽ ഇറങ്ങിപ്പുറപ്പെടുകയും ആ തരത്തിലുള്ള ഹദീസ് നിഷേധ പ്രവണതയെ എതിർക്കുകയും ചെയ്തു. അമാനിയുടെ പരിഭാഷയിൽ ജിന്നും ശൈത്താനും എന്ന വ്യാഖ്യാനക്കുറിപ്പ് നിങ്ങൾക്ക് കാണാം. വാനയാത്രയും രാവുയാത്രയും എന്ന പേരിൽ ഇസ്രാ മിഅ്റാജ് അത് ശരീരം കൊണ്ടായിരുന്നില്ല, അതൊരു സ്വപ്നമായിരുന്നു എന്ന വാദത്തിന് മറുപടി പറയുന്നത്. ഇതുപോലെ എല്ലാത്തരം വ്യതിയാനങ്ങളെയും യഥാസമയം മനസ്സിലാക്കി നേരിടുന്നതിൽ ജംഇയ്യത്തുൽ ഉലമ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അതിൻ്റെതായ പാരമ്പര്യം വെച്ചു പുലർത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പിന്നീട് KP മുഹമ്മദ് മൗലവിക്ക് ശേഷം KNM-ഉം KJ-യും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും KNM ഒരു ബഹുജന സംഘടനയായി മാറുകയും ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, വ്യതിയാനങ്ങൾ സംഘടിതമായി തന്നെ സംഘടനയിൽ പ്രചരിപ്പിക്കുന്ന ഒരു ഗൂഢസംഘം ഇതിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. 90കളുടെ അവസാനത്തിൽ അസ്ഗർ അലി, അതുപോലെ തന്നെ ഹുസൈൻ മടവൂർ, അബൂക്കർ കാരക്കുന്ന് പോലെയുള്ളവരുടെ നേതൃത്വത്തിൽ, വളണ്ടിയർ കോറിന്റെ നേതൃത്വത്തിൽ ഗൂഢമായ തരത്തിലുള്ള വ്യതിയാന ചിന്തകൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി. പിരിഞ്ഞു പോകുമ്പോൾ അവർ തന്നെ പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുള്ള രണ്ട് ചിന്താധാരകൾ തമ്മിലുള്ള സംഘട്ടനമാണ് ഇതുവരെയും നടന്നുകൊണ്ടിരുന്നത് എന്നാണ്. ഒരു പുതിയ ചിന്താധാരയുമായി പ്രസ്ഥാനത്തിനകത്ത് ഗൂഢമായി പ്രവർത്തിച്ചത് നാം തിരിച്ചറിയാൻ അല്പം വൈകിപ്പോയി. ലോകാടിസ്ഥാനത്തിൽ സലഫികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അല്ലെങ്കിൽ വ്യതിയാന ചിന്തകൾ അത് തന്നെയാണ് വാസ്തവത്തിൽ കേരളത്തിലും സംഭവിച്ചതെന്ന് നാം പിന്നീടാണ് മനസ്സിലാക്കിയത്. ഇഖ്വാനികളും സുറൂറികളും ഒക്കെ സലഫി സംഘടനയിൽ കയറിക്കൂടി സലഫി പ്രസ്ഥാനത്തെ ദുഷിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നതെന്ന് നാം മനസ്സിലാക്കുകയും ആദർശ വ്യതിയാനം അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും പ്രസംഗങ്ങളിൽ നിന്നും നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയും ചെയ്തു. അല്ലാതെ ഹുസൈൻ മടവൂരിനോടോ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരോടോ എന്തെങ്കിലും വ്യക്തിവിരോധമോ അസൂയയോ ഉണ്ടോ കൊണ്ടായിരുന്നില്ല വാസ്തവത്തിൽ നാം അവരെ എതിർത്തത് എന്ന് നമുക്ക് ഇന്നും ഓർമ്മിക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ നോക്കൂ, അങ്ങനെ പ്രശ്നം ആദർശപരമായ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ എന്തു ചെയ്തു? ഹുസൈൻ മടവൂരിന്റെ സ്ഥാനമോ അല്ലെങ്കിൽ സംഘടനയിൽ അവർക്കുള്ള പെരുമയോ ഒന്നും കണക്കിലെടുക്കാതെ ആദർശത്തിന് പ്രാധാന്യം കൊടുത്തു. സംഘടനയെക്കാളേറെ ആദർശമാണ് നമുക്ക് വലുതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ രംഗത്തിറങ്ങി. വളണ്ടിയർ കോറിലൂടെ 10-11 കൊല്ലമായി അവർ പടുത്തുയർത്തിയിരുന്ന ഗൂഢപ്രവർത്തനങ്ങളുടെ മുഖം മൂടി നാം വലിച്ചു കീറുകയും അങ്ങനെ സംഘടനയെ വിഴുങ്ങാൻ നിന്നിരുന്ന മടവൂരിസത്തിൽ നിന്നും നാം ഈ സംഘത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ 2002-ൽ മടവൂരികൾ പിരിഞ്ഞുപോയ ശേഷം ഈ സംഘടനയിൽ അഭൂതപൂർവമായ വളർച്ചയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. സംഘടനയെ പിളർത്താൻ ശ്രമിച്ചവർ അവസാനം പുറത്തു പോവേണ്ടി വന്നു. അത് കഴിഞ്ഞുള്ള 10 വർഷം, 2002-ന് ശേഷമുള്ള ഇക്കഴിഞ്ഞ 10 വർഷം ഈ പ്രസ്ഥാനം നേടിയെടുത്ത വിജയവും ഈ പ്രസ്ഥാനത്തിലുണ്ടായ വളർച്ചയും ഞാൻ ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. നമുക്ക് ഓരോരുത്തർക്കും അറിയാം. 2 സമ്മേളനങ്ങൾ, എറണാകുളത്തും ചങ്ങരംകുളത്തും നടന്ന സമ്മേളനങ്ങൾ, കോഴിക്കോടും എറണാകുളത്തും നടന്ന 2 സാൽവേഷനുകൾ, KNM ISM MSM ക്യാമ്പയിനുകൾ, ഇസ്ലാം വെളിച്ചമാണ്, നന്മയിലേക്ക് തിന്മയ്ക്കെതിരെ, നാഥൻ അറിയുക നാളുടെ രക്ഷയ്ക്ക്, മതം ഗുണകാംക്ഷയാണ്, മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ക്യാമ്പയിനുകളിലൂടെ കേരളത്തിൽ ദഅ്വാരംഗം നാം ഇളക്കി മറിക്കുകയും ദഅ്വാരംഗത്ത് വമ്പിച്ച മുന്നേറ്റങ്ങളാണ് നാം നടത്തുകയും ചെയ്തത്. അവസാനം MSM സമ്മേളനം നടന്നു രണ്ടത്താണിയിൽ വെച്ച്. അത് കഴിഞ്ഞുള്ള അവസാനം നടന്ന ലൈറ്റ് എക്സിബിഷൻ, അവിടം വരെയുള്ള 10 വർഷത്തെ നമ്മുടെ വളർച്ചയും നമ്മുടെ ദഅ്വാരംഗത്തെ മുന്നേറ്റവും കൂടുതൽ അലോസരപ്പെടുത്തിയത് മടവൂരികളെയായിരുന്നു. കാരണം ജിന്നും സിഹറും പറഞ്ഞ് KNM അന്ധവിശ്വാസത്തിലേക്ക് പോയി എന്നവരെ കുപ്രചരണങ്ങൾ ക്ലച്ച് പിടിക്കാതെ പോയി. മുജാഹിദ് കേരളം അത് പുച്ഛിച്ചു തള്ളി. പക്ഷേ അവർ വെറുതെ ഇരുന്നില്ല. അവർ നേരെ മർക്കസ് ദഅവയിൽ മീറ്റിംഗ് കൂടി. ഇനി എന്തു ചെയ്യണം? അവിടെയാണ് അവർ ജൂതതന്ത്രം ആവിഷ്കരിച്ചത്. ഒരു ചാരനെ ഏർപ്പാടാക്കി. അതാണ് KKP അബ്ദുള്ള എന്ന ചാരൻ. തളിപ്പറമ്പിൽ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരൊക്കെ KNM-ലേക്ക് മാറിയപ്പോൾ ഈ ചാരനും തൽക്കാലം കൂടെ കൂടി. പക്ഷേ ചാരൻ ചാരപ്പണി നിർത്തിയില്ല. അബ്ദുള്ളയെ വിലക്കെടുത്ത മടവൂരികൾ
അവർ ഉണ്ടാക്കിയ നമ്മുടെ പേരിൽ അവരൊക്കെ കള്ള CD, കട്ടുമുറിച്ച ക്ലിപ്പുകളുടെ CD തളിപ്പറമ്പ് യൂണിറ്റിലും മണ്ഡലത്തിലും ജില്ലയിലും ഒക്കെ പ്രചരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റിയിൽ വരെ ഉണ്ടായിരുന്ന ആളെന്ന നിലക്ക് അബ്ദുൽ ലത്തീഫ് വെള്ളൂരിനെ ഉപയോഗിച്ച് സംസ്ഥാന കൗൺസിലിൽ വരെ വിതരണം ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമുക്കെതിരിൽ മടവൂരികൾ ഇറക്കിയ CD അത് നമ്മുടെ ആളുകൾ തന്നെ ഏറ്റെടുത്ത് വിതരണം ചെയ്യുന്ന ദുരവസ്ഥ ഈ പ്രസ്ഥാനത്തിലുണ്ടായി. അത് നമ്മൾ പരാതി കൊടുത്തു, അറിയിച്ചു, പക്ഷെ നടപടി ഉണ്ടായില്ല. ഇപ്പൊ ഈ അടുത്ത് മടവൂരികൾ എനിക്കെതിരിലിറക്കിയ സലാഹി എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്ന CD ആരാ പ്രചരിപ്പിക്കുന്നത്? KNM-ലെ നവമടവൂരികളാ പ്രചരിപ്പിക്കുന്നത്. ദുഃഖമുണ്ട് സുഹൃത്തുക്കളെ ഇതൊക്കെ പറയാൻ, വേദന കൊണ്ട് പറയുകയാണ്. ഒരു പ്രസ്ഥാനത്തെയും ആദർശത്തെയും ആയിരങ്ങളിലേക്ക് തൗഹീദ് എത്തിച്ച ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയ ഈ ഗൂഢസംഘം ആശയ ദാരിദ്ര്യം കൊണ്ടും വ്യതിയാന ബാഹുല്യം കൊണ്ടും മുജാഹിദ് സമൂഹത്തിൽ ഒറ്റപ്പെട്ട മടവൂരിസത്തിന് ഇന്ന് നവജീവൻ കിട്ടിയിരിക്കുകയാണ്. അവർ പുതിയ ക്യാമ്പയിനുമായി ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞതൊക്കെ തെറ്റായിരുന്നുവെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നില്ലേ എന്നാണ് മടവൂരികൾ ചോദിക്കുന്നത്. നമ്മുടെ അനസ് മൗലവി എത്ര മടവൂരികൾക്കെതിരെ പ്രസംഗിച്ച കാസറ്റുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ കാസറ്റുകളൊക്കെ വിഴുങ്ങണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ആ കാസറ്റുകളൊക്കെ പിൻവലിക്കണമെന്നാണ് പറയുന്നത്. എത്ര വിചിന്തനത്തിലെ ലേഖനങ്ങൾ നാം അവർക്കെതിരെ എഴുതി. അതെല്ലാം വെള്ളത്തിലായില്ലേ? മടവൂരികൾ നമുക്കെതിരെ എന്തൊരാക്ഷേപമാണ് ഉന്നയിച്ചത്, അതേ ആക്ഷേപങ്ങൾ അതേ സ്വരത്തിൽ അതിനേക്കാൾ ഒരൽപ്പം കൂടി ഉയർന്ന സ്വരത്തിലാണ് ഇപ്പോൾ ഈ വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. KKP എന്ന ചാരൻ ഉപയോഗിച്ച് അവർ ചെയ്തു കൂട്ടിയ തമ്മാടിത്തങ്ങൾ എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ. കള്ള CD പുറത്തിറക്കിയത് മാത്രമല്ല, ഒരു മഞ്ഞ പുസ്തകം എന്നെ പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തെ മൊത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് അന്ധവിശ്വാസത്തിലേക്കുള്ള പിൻവിളി എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കി. KKPയെ കുറിച്ച് പരാതി കൊടുത്തു. KJU വിശദീകരണ യോഗങ്ങളിലൊക്കെ കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ പ്രവർത്തകരെ അവർ ശിർക്കിലേക്കും ഖുറാഫാത്തിലേക്കും പോയി എന്ന മടവൂരി ഭാഷ്യത്തെ ശരിവെക്കുന്ന രീതിയിലുള്ള വിശദീകരണങ്ങളാണ് ഉണ്ടായത്. ആളുകൾ പറയാൻ തുടങ്ങി, പച്ചയായ ഹദീസ് നിഷേധവും ചാരപ്പണികളും സംഘടനയിൽ നടന്നിട്ടും ഉത്തരവാദപ്പെട്ടവർ യോഗം കൂടിയിട്ട് അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ലല്ലോ എന്ന്. അവസാനം നിർബന്ധിതമായി നിലമ്പൂരിൽ വെച്ച് പ്രഖ്യാപിച്ചു. KKPയും ആ പുസ്തകം എഴുതാൻ സഹായിച്ച സിദ്ദീഖ് തലശ്ശേരിയും അതുപോലെ ഹാരിസ് ചേറൂരും മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയ ഗൂഢസംഘത്തിന്റെ ഭാഗമാണെന്ന് KJU പ്രഖ്യാപിച്ചു. പക്ഷെ എന്നിട്ട് മാറിയോ? എന്നിട്ടും ഇരുട്ടിയിൽ 6 മാസം ഈ KJU ഇയാൾ ചാരനാണെന്ന് പറഞ്ഞിട്ടും 6 മാസം കുത്തുമ നടത്തി. അവർക്ക് അകമ്പടി പോയത് ആരാ? പയ്യന്നൂരിൽ ആളുകളാ. പയ്യന്നൂർ കോക്കസ് ആണ് ഇയാൾ അവിടെ പിടിച്ചു നിർത്തിയത്. അയാൾ അവിടേക്ക് ശുപാർശ ചെയ്തവരാ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞിയാണ്. ഈ കുഞ്ഞി 2 സ്ഥലത്താ മെമ്പർഷിപ്പ്, ചെറുപുഴയിലും മെമ്പർഷിപ്പ്, അവിടെയും മെമ്പർഷിപ്പ്. എവിടെ കിട്ടി അവിടെ കയറാന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അവസാനം കോഴിക്കോട് മെമ്പർഷിപ്പ് ഉറപ്പിച്ചു. എന്നിട്ട് മണ്ഡലത്തിലേക്ക് എത്തിയില്ല, തിരികെ കയറ്റി. അങ്ങനെയാ ഇപ്പൊ സംസ്ഥാന കമ്മിറ്റിയിലെത്തിയത്. പ്രൊഫസർ അദ്ദു യൂണിറ്റിൽ മെമ്പർഷിപ്പ് എക്സിക്യൂട്ടീവിൽ വന്നിട്ടില്ല. എന്നിട്ട് അയാൾ ഇപ്പം എന്താക്കി? സമ്മേളനത്തിന്റെ ആളെന്നും പറഞ്ഞിട്ട് പ്രത്യേക കസാലയും കൊടുത്തിട്ട് അവിടെ എത്തിയിരിക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്ന മുഴുവൻ തമ്മാടിത്തങ്ങൾക്കും ഉത്തരവാദി ഈ പ്രൊഫസർ അദ്ദു ആണ്. അയാളത് മുഴുവൻ ചെയ്തത്, അയാളെ കൊണ്ട് ചെയ്യിച്ചതാണ് അബ്ദുറഹ്മാൻ സലഫി. ഇത് വളരെ പരസ്യമായ രഹസ്യമാണിന്ന്. എന്നിട്ട് ആ അബ്ദുവിനെപ്പോഴും പ്രത്യേകമായിട്ട് CD ടവറിൽ കസാലയും കൊടുത്തിരിക്കുകയാണ്. ഇതൊന്നും പറയാൻ ഇവിടെ ആരുമില്ല. ഇവിടെ അബ്ദുറഹ്മാൻ സലഫി എന്ന് കള്ളക്കരച്ചിൽ കരഞ്ഞ മുജാഹിദീങ്ങൾ അങ്ങ് തെറ്റിദ്ധരിക്കുന്ന വിചാരിച്ചത്. ആ കള്ളക്കരച്ചിൽ വീണ കാലൊക്കെ കഴിഞ്ഞു പോയി. അതൊക്കെ ചില പെണ്ണുങ്ങളെടുത്ത് നടക്കും കള്ളക്കരച്ചിൽ. ഇവിടെ കരയുന്നവന്റെ കരച്ചിലിന്റെ അർത്ഥമറിയുന്ന മുജാഹിദ് പ്രവർത്തകരാ മുമ്പിലിരിക്കുന്നത്. അനസും മനീഫയും കരഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല ഇത്. അബ്ദുറഹ്മാൻ സലഫി ഒച്ചയിട്ടാൽ തീരുന്ന പ്രശ്നമല്ല ഇത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ ഇവിടെ സുഹൃത്തുക്കളെ മാറ്റം വരുത്തിയിരിക്കുന്നു. അത് പറയാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നടവൂരികൾ നമുക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഓരോന്നും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. KNM അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു, ഇതാ ജിന്ന് മനുഷ്യത്തിൽ പ്രവേശിക്കും, ജിന്ന് കൂടും എന്നത് അന്ധവിശ്വാസമാണെന്ന് അവർ പറഞ്ഞു. നമ്മൾ മറുപടി കൊടുത്തു. അമാനിയുടെ ഖുർആൻ പരിഭാഷ എടുക്കണോ? സൂറത്തുൽ ബഖറയിൽ ആയത്തെടുക്ക്. അല്ലദീന യഖൂലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. പലിശ തിന്നുന്നവർ അവർ എഴുന്നേറ്റ് വരുന്നത് ആരെപ്പോലെ? പിശാച് മറിച്ചു വീഴ്ത്തിയിട്ട് ആ ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എണീറ്റ് വരുന്നത് പോലെയാണ്. അപ്പൊ പിശാച് മറിച്ചു വീഴ്ത്തുമെന്നും ബാധയുണ്ടെന്നതിനും തെളിവായി. ഇപ്പോൾ ഈ അടുത്ത് വളരെ കുതന്ത്രങ്ങളിലൂടെ പുറത്തിറക്കി KJUവിന്റെ പുസ്തകത്തിൽ പോലും ആ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പിശാച് ബാധ ഉണ്ടെന്നാ പറയുന്നത്. പക്ഷേ ഇന്ന് KJUവിന്റെ മൊത്തക്കുത്തക അവകാശപ്പെട്ട് നടക്കുന്നവർ എത്ര പേരത് വിശ്വസിക്കും? ഇവിടെ കൂടെ നടക്കുന്നവർ ആരൊക്കെ വിശ്വസിക്കും? ഈ പറഞ്ഞ KV വിശ്വസിക്കോ? KVന്റെ ആളുകൾ വിശ്വസിക്കോ? കണ്ണൂരിൽ SLRC ടീം വിശ്വസിക്കോ ജിന്നുബാധയുണ്ട്? അടിച്ചർക്കാന്ന്
പറയുന്ന കേട്ടത്തൊന്ന് അടിക്കാതെ ഇറക്കാൻ പറ്റും സമ്മതിക്കുന്നു. ഇവർ ജിന്ന് ബാധനുണ്ടെന്ന് സമ്മതിക്കാത്തവല്ല, ജിന്നു ബാധയുണ്ടെന്ന് KJU പറഞ്ഞിട്ടും സമ്മതിക്കാത്തവരാ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. വ്യക്തമായി ശബാബിൽ വന്നു. ഇത് കണ്ടോ, സാൽവേഷനോടനുബന്ധിച്ച് ഞാൻ ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമാണിത്. ഈ ജമിയത്തുൽ ഉലമയും KNM ഒക്കെ ഈ പുസ്തകങ്ങൾ പ്രചരിപ്പിച്ച് നമ്മുടെ ആളുകളെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. ഇവർ ഈ വിഷയം വലിച്ചിട്ടപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പുസ്തകം ഇറക്കി. മടവൂരികൾ പുറത്ത് 35 പേരെ പുറത്താക്കിയപ്പോൾ പിറ്റേന്ന് പറഞ്ഞത് എന്താ, മുജാഹിദ് പ്രസ്ഥാനത്തെ ജിന്ന് സേവയിലേക്കും പിശാച് ബാധയിലേക്കും കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തു പോയത്. അവരിന്നും അതന്നെ പറയണത്, ഒരു മാറ്റമല്ല. അവർ പറഞ്ഞത് ഇപ്പൊ ഇവരും കൂടി ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അവരന്ന് പറയാൻ തുടങ്ങി 2002 അമ്പലക്കടവ് ഫൈസി മുജാഹിദുകളെ തൗഹീദ് പൊളിഞ്ഞില്ലേ, ജിന്നും സിഹറും വന്നതോടെ നിങ്ങളെ തൗഹീദിന്റെ നിർവചനം പാളിയില്ലേ എന്ന് പറഞ്ഞ് ചന്ദ്രിക ദിനപത്രത്തിൽ ലേഖനം എഴുതി. തൗഹീദിന്റെ യാഥാർത്ഥ്യം. ഈ ഉള്ളവൻ അതിന് മറുപടി എഴുതി, വീണ്ടും ഫൈസി എഴുതി, വീണ്ടും ഞാൻ എഴുതി, വീണ്ടും ഫൈസി എഴുതിയപ്പോ നമ്മളെ മറുപടി ചന്ദ്രിക എടുത്തില്ല. കാരണം അവർ ഭൂരിപക്ഷത്തിന്റെ ഒപ്പല്ലേ നിൽക്കുള്ളൂ, വോട്ട് കൂടുതൽ അവിടെയാണല്ലോ. അപ്പോ അന്ന് റഹീം സാഹിബ് മേച്ചേരിയുള്ള കാല നമ്മൾ സമീപിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ വിവാദം ഉദ്ദേശിക്കണില്ല, ആദ്യം വിവാദം ഉദ്ദേശിക്കണം, അമ്പലക്കടവിന്റെ ലേഖനം കൊടുക്കണോ. അവസാനം നമ്മൾ ഇസ്ലാഹിൽ കൊടുത്തു, ചന്ദ്രിക പ്രസിദ്ധീകരിക്കാൻ മടിച്ച ലേഖനം. അപ്പൊ 2002 മുതൽക്ക് തന്നെ ജിന്നും സിഗറും പറഞ്ഞ് നമ്മുടെ തൗഹീദിനെ ആക്രമിക്കുന്നവർക്ക് ഫലപ്രദമായ മറുപടി കൊടുത്തവരാ നമ്മള്. അന്ന് ഞാനൊരു പുസ്തകം എഴുതി, ജിന്ന് സേവയും പിശാച് ബാധയും വളർപ്പന്മാരുടെ സ്വന്തം കൃതികളിൽ. കണ്ടോ, ഇവിടെ KNM KJയും എടുത്ത നടപടികളെ കൂട്ടത്തിൽ കരുവമ്പോയിൽ എഴുതിയ വിചിന്തനത്തിൽ ഒരു ലേഖനം പോലും എടുത്തു കൊടുത്ത ആള് ഞാൻ എഴുതിയ ഈ പുസ്തകങ്ങളെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. കാരണം എന്താ, അത് എഴുതിയത് സക്കരിയായിപ്പോയി. AP ആണത് പരിശോധിച്ചത്, അന്നത്തെ ജനറൽ സെക്രട്ടറി അത് പരിശോധിച്ചത്. എന്നിട്ട് ISM-ലൂടെ വിതരണം ചെയ്തു. മടവൂരികൾ മറുപടി എഴുതുക പോലും ചെയ്യാതെ മാറി നിന്നു. പിന്നീട് സൽവേഷനോടനുബന്ധിച്ചിറക്കിയ പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ ഇവരുടെ ശംസുദ്ദീൻ പാലക്കോടിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇറക്കിയ പുസ്തകമാണിത്. അന്ന് നമ്മൾ കൊടുത്ത മറുപടിയാണ് ഇതൊക്കെ. CM മൗലവി ശബാബ് 2001 ഡിസംബറിൽ ഈ ജിന്നുബാധ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഭാഗം ഞാൻ ഇതിൽ എടുത്തു കൊടുത്തിരുന്നു. ആ ഭാഗം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. മനുഷ്യനെ എല്ലാ ഭാഗത്തും കാണുകയും അതുപോലെ അവരിൽ പ്രവേശിച്ച് അവന്റെ ചിന്തയെയും മനസ്സിനെയും സ്വാധീനിച്ചും കബളിപ്പിച്ചും തെറ്റായ വിശ്വാസം ജനിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരനെയാണ് മേൽവചനങ്ങൾ അനാവരണം ചെയ്യുന്നത്. വിഭ്രാന്തി, ഉന്മാദം, ഭയം, വ്യാധികൾ തുടങ്ങി നിരവധി ഭവിഷ്യത്തുകൾ പിശാച് ഇബ്ലീസ് ഉണ്ടാക്കി തീർക്കുമെന്നും അതിൽ നിന്നുള്ള പൂർണ്ണമോചനം അല്ലാഹുവിൽ പൂർണ്ണ സമർപ്പണവും വിശ്വാസവുമാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇപ്പൊ വിഭ്രാന്തി മാനസിക രോഗം തന്നെ, ഉന്മാദം, അങ്ങനെയുള്ള മാനസിക രോഗങ്ങളും മറ്റു രോഗങ്ങളും ഒക്കെ പിശാച് ഉണ്ടാക്കുന്നു. അതിനുള്ള രക്ഷ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും ഒക്കെയാണെന്നും ശബാബിൽ 2000 എഴുതി. CM മൗലവി എഴുതിയ ഇത് പിന്നീട് പുസ്തകമായി അന്ധവിശ്വാസങ്ങളുടെ ലോകം എന്ന പേരിൽ ഇന്നും അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചതിനെ അവർ അന്ധവിശ്വാസമായി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിച്ചത് ബുഖാരി, മുസ്ലിം പോലെയുള്ള പ്രബല ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ്. അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നതാണ്. 2004 ശബാബിൽ പോലും നമ്മൾ എഴുതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഒരു കപടൻ മാരണം ചെയ്തതിനാൽ തിരുമേനിക്ക് യാഥാർത്ഥ്യ വിരുദ്ധമായ ചില തോന്നലുകൾ ഉണ്ടായെന്ന് സഹീഹുൽ ബുഖാരിയിൽ, എന്നിട്ട് ഹദീസ് നമ്പർ കൊടുത്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടുവെന്നും ആ റിപ്പോർട്ടിൽ സൂചനയുണ്ട്. സംഘടന പിരിഞ്ഞ് 2 കൊല്ലത്തിന് ശേഷം ചെറിയമുണ്ട് എഴുതിയതാണ്. അതുപോലെ തന്നെ 2005 വീണ്ടും എഴുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസ്തരായ റിപ്പോർട്ടർമാരുടെ പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ തെറ്റു സംഭവിക്കാൻ വളരെ വിദൂരമായ സാധ്യത മാത്രമേയുള്ളൂ. സിഹിറിനെ സംബന്ധിച്ച ഹദീസിന്റെ നിവേദക പരമ്പരയിൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. ഒരു ഹദീസ് വിശ്വസ്തർ മുഖേനയാണ് ഉദ്ധരിക്കപ്പെട്ടതെങ്കിൽ അതിന്റെ ഉള്ളടക്കം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ അതിന് തള്ളിപ്പറയുന്ന നമുക്ക് ദോഷകരമാവാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ പറഞ്ഞതോ ചെയ്തതോ അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ചതായ ഒരു കാര്യത്തെ നാം തള്ളിപ്പറയാനിടയാകുന്നത് ഗൗരവമുള്ള വിഷയമാണല്ലോ. ജിന്ന് കാസറ്റുമായി അബ്ദുസ്സലാം സ്വല്ലമിയുടെ ജിന്ന് വിരുദ്ധ കാസറ്റുമായി ഊരുതുണ്ടുന്ന മടവൂർ വിഭാഗത്തിന് നമ്മളന്ന് കൊടുത്ത മറുപടിയാണിത്. ഞാൻ മടവൂരി സുഹൃത്തുക്കളോട് വളരെ വേദനയോടെ പറയട്ടെ, നിങ്ങൾ ഇത് വെറും ഒരു KNM-നെ ആക്രമിക്കാനുള്ള ഒരു തുരുപ്പ് ചീട്ട് മാത്രമായിട്ടാണ് നിങ്ങൾ കണ്ടത്. ഇതൊരു ദീനി വിഷയമായി നിങ്ങൾ കണ്ടില്ല. അതുകൊണ്ട് എന്തു സംഭവിച്ചു? സഹീഹായ നിരവധി ഹദീസുകളെ പുറങ്കാലുകൊണ്ട് തട്ടുന്ന, തള്ളിത്തെറിപ്പിക്കുന്ന ആളുകളെ നിങ്ങളെ കൂടെ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. സിഹിറിൽ വിശ്വസിച്ചാൽ തന്നെ സിർക്കാണ് എന്നാണ് അബ്ദുസ്സലാം സ്വല്ലമി ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഖേദകരമെന്ന് പറയട്ടെ, അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ അനസും ഹനീഫയും ചെന്ന് ചാടിയിട്ടുള്ളത്. അന്ന് CD ടവറിലെ ഗ്രൂപ്പ് മീറ്റിംഗിൽ കണ്ട മുഴുവൻ വിഷപ്പാമ്പുകളും ഇപ്പൊ ഹനീഫാനി അനസിനെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുകയാണ്.
കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഗ്രൂപ്പ് കളിയിൽ മുമ്പിൽ നിൽക്കുന്ന പയ്യന്നൂർ ടീം, അവരാണ് ഈ വിഭാഗത്തെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. KKP ആക്കളെ കൊണ്ടു നടക്കുന്നത്. KKP 1.5 വർഷത്തോളം KKP നടത്തിയ ചാരപ്പണികൾ നമ്മുടെ ഒരു പ്രവർത്തകൻ ഫോണിലൂടെ സംസാരിച്ച് റെക്കോർഡ് ചെയ്തു. കാരണം KKPയെക്കാളും സലഫിയെക്കാളും ആ പ്രവർത്തകന് വലിയ പ്രസ്ഥാനമായിരുന്നു. ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ അബ്ദുറഹ്മാൻ സലഫി KKPയുമായി ചേർന്നിട്ട് ഗൂഢപ്രവർത്തനം പയ്യന്നൂർക്കാരുടെ ഒത്താശയോടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പ്രവർത്തകൻ KKPയെ നിരന്തരം വിളിച്ചു. 1.5 കൊല്ലത്തോളം വിളിച്ചു. പലതും അദ്ദേഹം തുറന്നു സംസാരിച്ചു. അതെല്ലാം റെക്കോർഡ് ചെയ്തു. അതുകൊണ്ടാണ് ഈ ചാരപ്പണികൾ പുറത്തു വന്നത്. അപ്പൊ ഈ തരത്തിൽ ഈ മഹത്തായൊരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ അബ്ദുറഹ്മാൻ സലഫി പയ്യന്നൂർക്കാരുടെ സഹായത്തോടെ KKPയുമായി സഹകരിച്ചിട്ട് ചാരപ്പണി നടത്തുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് അത് റെക്കോർഡ് ചെയ്ത് നമ്മളെ ജില്ലാ നേതാക്കന്മാരെ താഴെ നിന്ന് കേൾക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആളുകളോട് പോകരുതെന്ന് അവരെങ്കിലും വന്നല്ലോ, അവർ കേൾക്കട്ടെ. നിങ്ങൾ കേൾക്കണം. ഇത് പക്ഷപാതിത്വത്തിന്റെ കണ്ണട മാറ്റിവെച്ച് നിങ്ങൾ വിഷയം പഠിക്കണം. ഈ ഇരിക്കുന്നവരെയൊന്നും സക്കരിയ സലാഹി വിളിച്ചു വന്നതല്ല. ഞാനൊരൊറ്റ മനുഷ്യനെ യോഗത്തിന് വിളിച്ചിട്ടില്ല. ഇതൊക്കെ മുജാഹിദ് ആദർശത്തിന്റെ പേരിൽ വന്നതാ. മുജാഹിദ് ആദർശം തകരാൻ അനുവദിക്കരുത്, ഒരു കൂട്ടരുടെ ഗ്രൂപ്പുകളിലേക്ക് വിട്ടുകൊടുക്കരുത് എന്ന് പറയാനാണ് ഈ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, കണ്ണേറിനെ സംബന്ധിച്ച് സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനത്തിൽ 1960-കൾ നമ്മൾ എഴുതിയിട്ടുണ്ട് കണ്ണേർ ബാധിക്കാനിടയുണ്ടെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികളെ കാലിലിരുത്തിക്കൊണ്ട് മന്ത്രിച്ചത് വഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ മിൻ കുല്ലി ഐനിൻ ലാമ്മ. കണ്ടോ, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ അല്ലാഹുവിൽ അഭയം ചോദിക്കുന്നു, എല്ലാ പിശാചിൽ നിന്നും, എല്ലാ ഇഴജന്തുക്കളിൽ നിന്നും, എല്ലാ ദുഷ്ട കണ്ണുകളിൽ നിന്നും. ഈ മന്ത്രം തന്നെയാണ് ഇസ്ഹാഖിനും ഇസ്മായിലിനും ഇബ്രാഹിം നബി അലൈഹിസ്സലാം മന്ത്രിച്ചത് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായിട്ടുണ്ട്. ഇന്ന് ആ ഹദീസ് പോലും പറയാൻ പറ്റാത്ത അവസ്ഥ. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ യാഥാർത്ഥ്യമാണെന്ന ഹദീസുണ്ട്. നമ്മളാളുകൾ എന്താ മനസ്സിലാക്കിയത്? കരിങ്കണ്ണ നോക്കുന്ന ഒരു ബോർഡും ഒരു കോലം ഉണ്ടാക്കി വെക്കും, എന്നാ കണ്ണേറിന് രക്ഷപ്പെടുന്ന. റസൂൽ പഠിപ്പിച്ചതാണോ അത്? ഇപ്പൊ ആളുകളുണ്ട് മാഷാ അല്ലാ തബാറക്കല്ലാ, അത് എഴുതി വെച്ചാൽ കണ്ണേറിന് രക്ഷപ്പെടും. റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ നിത്യജീവിതത്തിൽ പഠിപ്പിക്കപ്പെട്ട ദിക്റുകളും ദുആകളും പതിവാക്കുക, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, റസൂൽ പറഞ്ഞതുപോലെ കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കുക, ഇസ്ലാമിക ചിട്ടകളിൽ ജീവിക്കുക. ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ജിന്നുബാധുണ്ട്, സിഹ്റുബാധുണ്ട്, കണ്ണേറുണ്ട്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം. നിങ്ങൾക്കറിയില്ലേ KM മൗലവിയുടെ ഫത്വയിൽ എന്താ ഉള്ളത്? KM മൗലവി വളരെ വ്യക്തമായി തന്നെ പറയുകയുണ്ടായി, ഈ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്ന പ്രാർത്ഥനകൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മാരണമോ പിശാച് ബാധയോ ഉണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ റുഖിയ നടത്തുന്നത് കൊണ്ട് വിരോധമില്ല. വളരെ വ്യക്തമായിട്ട് KM മൗലവിയുടെ ഫത്വകളിൽ, ഇത് 2008 യുവത പ്രസിദ്ധീകരിച്ചതാണ്. യുവത പ്രസിദ്ധീകരിച്ച് അവർ തന്നെ പ്രചരിപ്പിക്കുന്നതാ. കേട്ടോളൂ, KM മൗലവിയുടെ ഫത്വകൾ എന്ന പുസ്തകത്തിന്റെ 18-ാം പേജ്. എന്നാൽ ഖുർആനിലെ ആയത്തുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ എന്നിവയെ കൊണ്ട് മേൽ പറഞ്ഞ അവസരങ്ങളിൽ മാരണം എന്താ? മാരണം, കൂടോത്രം, ചെയ്വന, മാട്ട് എന്നൊക്കെ പറഞ്ഞ സിഹറാണ്. സിഹറോ പിശാച് ബാധയോ ജിന്നുബാധ, ജിന്നുകൂടൽ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന, ഉറപ്പ് കിട്ടണമെന്നില്ല. അബ്ദുറഹ്മാൻ സലഫി KJ യോഗത്തിലൊന്ന് വിശദീകരിക്ക, ജിന്നുബാധ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയൂല. ഉറപ്പിക്കാതെ എങ്ങനെ റുഖിയ ചെയ്യാം? KM മൗലവി എന്താ പറഞ്ഞത്? ഉറപ്പ് വേണമെന്നില്ല, വിചാരിക്കപ്പെടുന്ന അവസരത്തിൽ നമുക്കങ്ങനെ തോന്നിയാൽ ചെയ്യാം. കാരണം ഖുർആൻ ഓതി കൊടുക്കല്ലേ, ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ ജിന്നുബാധയാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറെ ഖുർആൻ ഓതി കൊടുത്തു, സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഓതിയോനും കൂലി, കേട്ടോനും കൂലി അല്ലേ? അപ്പൊ അതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല. വിചാരിക്കപ്പെടുന്ന അവസരത്തിൽ ചികിത്സ നടത്തുന്നത് കൊണ്ട് ദോഷമില്ല. ഖുർആൻ കൊണ്ടുള്ള ചികിത്സ കളിയാക്കാൻ പറ്റില്ല. ഖുർആൻ തെറാപ്പി കളിയാക്ക, ചികിത്സ എന്ന് പറയാൻ പാടില്ല. അത് വെറും പ്രാർത്ഥന മാത്രമാണ്. എന്നാ പിന്നെ റുഖിയ എന്ന് പറയണം, പ്രാർത്ഥന എന്ന് തന്നെ പറഞ്ഞാൽ പോരെ. അപ്പൊ സുഹൃത്തുക്കളെ, റുഖിയ ശർഇയ്യ എന്നൊക്കെ പറയാന്നല്ലാതെ അതൊന്നും ഇവർക്ക് അങ്ങ് ദഹിച്ചിട്ടില്ല. ഈ ഹദീസ് നിഷേധികൾക്ക് അത് ദഹിച്ചിട്ടില്ല. പക്ഷെ അത് ജനങ്ങളടുത്ത് പറയാൻ കൊള്ളൂലല്ലോ, അത് നമുക്ക് പറ്റൂല. അപ്പൊ കുട്ടികളെ ഹദീസ് എടുത്ത് കാണിച്ചു കൊടുക്കുമല്ലോ. പണ്ടത്തെ മാതിരിയല്ല, മൗലവിമാർക്ക് മാത്രം കിട്ടുന്നവർ കിട്ടാക്കനിയൊന്നല്ല ഇപ്പൊ ഹദീസും ഖുർആനൊന്നും. ഇപ്പൊ ലാപ്ടോപ്പിൽ അടിച്ചാലേ കുട്ടികളെ മുമ്പിൽ വരും. അതുകൊണ്ട് നോക്കാൻ പാടില്ല, വായിക്കാൻ പാടില്ല, ലാപ്ടോപ്പിൽ വന്നിട്ട് മക്തബ് നോക്കാൻ പാടില്ല. അതും ഇനി സർക്കുലർ ഇറക്കോ? സർക്കുലർക്ക് ഞങ്ങളെ സർക്കുലർ ആളുകൾ വലിച്ചെറിയുന്നല്ലാതെ. ഞാൻ പണ്ടേ പറയുന്നതാണ്, ആളുകളെ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും നമ്മൾ കടിഞ്ഞാണിടുന്നത് ശരിയല്ല.
ഇന്റർനെറ്റും സെലഫി സൈറ്റുകളും മുമ്പിലുള്ള ഈ കാലഘട്ടത്തിൽ ആളുകൾ പഠിക്കുന്നതിൽ അവരെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് ജംഇയ്യത്തുൽ ഉലമ ചെയ്യേണ്ടത്. പഠിക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല എന്നുള്ള ഖുറാഫികളുടെ നിലവാരത്തിലേക്ക് പോകല്ല വേണ്ടത്. ഇന്റർനെറ്റിൽ പോയിട്ട് ഏതെങ്കിലുമൊക്കെ സൈറ്റിൽ കയറി എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നത് ശരിയല്ല. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, മക്കളെ സലഫി പണ്ഡിതന്മാരെന്ന് ഉറപ്പുള്ള സലഫി സൈറ്റുകളെന്ന് ഉറപ്പുള്ള സൈറ്റിൻ്റെ വിഷയങ്ങൾ പഠിക്കാവൂ. കാരണം ഇസ്ലാം എന്നുള്ള പേരിൽ പല സൈറ്റും ഉണ്ട്, ഒക്കെ ജൂതന്മാരുണ്ടാക്കിയതാവും. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ അവർക്ക് മാർഗനിർദ്ദേശം നൽകി അവരെ നേർവഴിക്ക് നയിക്കുകയല്ലാതെ അത് പഠിക്കാൻ പാടില്ല, അത് നോക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് നമ്മൾ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തു. സ്വഹീഹായ ഹദീസിലൊരു കാര്യം വന്നാൽ അതിന് നിഷേധിക്കാൻ പാടില്ല എന്നതാണ് സലഫി പ്രസ്ഥാനത്തിന്റെ ഇതപര്യന്തമുള്ള പാരമ്പര്യം. അപ്പൊ എന്തിനാണ് കെ എം മൗലവിയ പറഞ്ഞത് മാരണം ബാധിക്കൂല, പിശാച് ബാധിക്കൂല എന്നല്ല, ബാധിച്ചാൽ എന്താ ചെയ്യേണ്ടത് എന്നാ പറഞ്ഞു കൊടുത്തത്. ഖുർആൻ കൊണ്ട് ചികിത്സിക്കണം, അള്ളാന്റെ നാമങ്ങൾ കൊണ്ട് ചികിത്സിക്കണം. അതെങ്ങനെ ചികിത്സ? ഖുർആൻ ഓതിക്കൊടുക്കുക, അള്ളാന്റെ നാമങ്ങൾ ഊതിക്കൊടുക്കലും തടവി കൊടുക്കലും മന്ത്രിക്കലും ഒക്കെ ഇസ്ലാമിലുള്ളതാ. അതൊന്നും അന്ധവിശ്വാസമല്ല. അതിങ്ങനെ ഒരു കച്ചവടമാക്കി തീർക്കുക, ഒരു മന്ത്രവാദിയായിട്ട് ഒരാൾ അവരോധിക്കുക, അയാൾ വേറെ പണിക്കൊന്നും പോകാതിരിക്കുക, അയാൾ മന്ത്രിച്ചാൽ പ്രത്യേക ഇതുണ്ട് കേട്ടോ, അയാളെ മന്ത്രത്തിനൊരു പ്രത്യേകത ഉണ്ട് എന്ന് പറയാതിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. അത് മുജാഹിദ് പ്രവർത്തകരെ പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ കെ എം മൗലവി ചെയ്തത്. നിങ്ങൾ അങ്ങനെ വല്ലതുണ്ടായ ജാറത്തിലേക്ക് പോകല്ല വേണ്ടത്, പണിക്കരടുത്തും ജോത്സ്യന്റെ അടുത്തും പോകല്ല വേണ്ടത്, നിങ്ങൾ ഖുർആൻ കൊണ്ട് ചികിത്സിക്കണം. കണ്ടോ, അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം. ഇപ്പൊ ഈ തിരുകേശ ചർച്ച ഉണ്ടായല്ലോ, കാന്തപുരം കൊണ്ടുവന്നത് കള്ളമുടിയാണെന്ന് എല്ലാവരും സമ്മതിച്ചു. റസൂലുള്ളാഹിന്റെ മുടി അല്ല അത്. പക്ഷെ അവിടെ ഒരു ചർച്ച, മുസ്ലിയാക്കന്മാര് പറഞ്ഞു റസൂലുള്ളാഹിന്റെ സഹാബത്തതാ റസൂലുള്ളാഹിന്റെ മുടി സൂക്ഷിച്ചു വെച്ചിരുന്നു, ഉമ്മു സലമ റളിയല്ലാഹുവിന്റെ അടുക്കൽ റസൂലുള്ളാഹിന്റെ മുടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. അതൊക്കെ ശരിയാ, അതൊന്നും ഈ കള്ളമുടിയല്ല. നിങ്ങൾ ഈ കള്ളമുടിക്കത് തെളിവല്ല. അപ്പൊ ബറക്കത്തുണ്ടോ റസൂലുള്ളാഹിന്റെ മുടിക്ക്? റസൂലുള്ളയുടേതാണ് എന്നുറപ്പുള്ള യഥാർത്ഥ മുടിക്ക് ബറക്കത്തുണ്ട് എന്ന് നമ്മൾ പഠിപ്പിച്ചു. സഹാബത്ത് അത് സൂക്ഷിച്ചു വെച്ചത് വെറും മഹബത്തിന്റെ പേരിലല്ല, അത് ബറക്കത്ത് ഉദ്ദേശിച്ചു കൂടിയായിരുന്നു. ദായിമാരുടെ മീറ്റിംഗ് നടക്കുകയാണ് CD ടവറിൽ. അങ്ങനെ അബ്ദുറഹ്മാൻ സലഫി പ്രസംഗിക്കുന്നു. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ആസാറുകൾ സൂക്ഷിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് പൊലിപ്പിച്ച് മഹബത്ത് അങ്ങ് പറഞ്ഞിട്ട് തബറുക്ക് അങ്ങ് അട്ടിമറിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് നിന്നു. സർ, ഈ പറഞ്ഞത് പലതും ശരിയല്ല, ഒരു 10 മിനിറ്റ് എനിക്ക് അനുവദിക്കണം. കണ്ടോ? അപ്പൊ ഇയാൾ അവസാന പ്രസംഗം, എല്ലായിടത്തും ഇയാൾ അവസാന പ്രസംഗ, ബാക്കി ആരും പിന്നെ പറയാൻ പാടില്ല, അതെല്ലാവരും വിഴുങ്ങിക്കൊള്ളണം. ഞാൻ പറഞ്ഞത് ശരിയല്ല. ദീനിയായിട്ട് ഇവിടെ ഇരിക്കുന്ന ദായിമാരൊക്കെ തെറ്റിദ്ധരിച്ചു പോകും. അപ്പൊ ആത്മീയ ചൂഷണത്തിനെതിരെ ക്യാമ്പയിന് പ്രസംഗകർക്ക് ക്ലാസ് കൊടുക്കുക, അത് പറഞ്ഞതിന്റെ പേരിൽ അവിടെ പ്രശ്നമായി. എന്താ പ്രശ്നം? ശരി, സക്കരിയ വരട്ടെ, 10 മിനിറ്റ് പറയട്ടെ എന്നല്ലേ പറയേണ്ടത്? ഇല്ല, പറ്റില്ല, അവിടെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇതന്നെ ഇവിടുത്തെ പ്രശ്നം. ഇദ്ദേഹം പറയുന്നൊക്കെ ഇസ്ലാമിയ ഇതിന്റെ അവസാനത്തെ വാക്കായി സ്വീകരിക്കണം എന്നാണ്. ഇവിടെ മഹബത്തിനെ പൊലിപ്പിച്ച് തബറുക്കിനെ അട്ടിമറിച്ചിരിക്കുന്നു. ഇത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശത്തിനെതിരാണ്. ഇസ്ലാഹി പ്രസ്ഥാനം മുമ്പൊന്നും ഇത് പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, സഹാബികൾ മുടിയെ പൂജിച്ചിട്ടില്ല, റസൂലുള്ളാഹിന്റെ മുടി ആരാധിച്ചിട്ടില്ല, റസൂലുള്ളാഹിന്റെ മുടിയോട് ആരാധനാഭാവത്തോടെ പെരുമാറിയിട്ടില്ല. പിന്നെയോ അത് സൂക്ഷിച്ചു വെച്ചാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുമെന്ന് ബറക്കത്ത് പ്രതീക്ഷിക്കുക മാത്രമാണ് അവർ ചെയ്തത്. അത് റസൂലുള്ളാഹിന്റെ മുടിക്ക് മാത്രമേ ഉള്ളൂ. അബൂബക്കർ സിദ്ദീഖിന്റെ മുടിക്കോ ഉമർ ഫാറൂഖിന്റെ മുടിക്കോ ഒന്നുമില്ല. അത് റസൂലുള്ളാഹിക്ക് ഖാസാണെന്ന തത്വം അത് സലഫി ലോകം അംഗീകരിച്ചതാണ്. അപ്പൊ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയുന്ന ഒരു കൂട്ടരാണ് മടവൂരികൾക്ക് നമ്മൾ മറുപടി കൊടുത്തു. നിങ്ങളെ യുവതറക്കിയ പുസ്തകം എടുക്കണോ, തബറുക്ക് അർത്ഥവും യാഥാർത്ഥ്യവും. ബറക്കത്തിനെ പറ്റി അതാ KM ഫൈസി തരിയോട് നിങ്ങളുടെ ദായി ഉനൈസയിലുള്ള, സൗദി അറേബ്യയിലെ ഉനൈസയിലെ ദായി ഡോക്ടർ അലി ഇബ്നു നുഫയ്യുൽ അലിയാനിയുടെ പുസ്തകം പുറത്തിറക്കി മലയാളത്തിലേക്ക്. അതിൽ പറഞ്ഞ ഹദീസുകൾ വെച്ചിട്ടാണ് മടവൂരികൾക്ക് നമ്മൾ മറുപടി കൊടുത്തത്. അവർ നോട്ടീസ് ഇറക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മുടിയെ സംബന്ധിച്ച് തബറുക്കിനെ നിഷേധിച്ച് നോട്ടീസ് ഇറക്കിയപ്പോ അവർക്ക് നമ്മൾ മറുപടി കൊടുത്തു. എന്താണ് അന്ധവിശ്വാസം എന്ന് നമ്മൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. പ്രമാണങ്ങളുടെ പിൻബലമുള്ള ഒരു വിശ്വാസവും അന്ധവിശ്വാസമല്ല. സിഹറിൽ വിശ്വസിക്കുന്നത് അന്ധവിശ്വാസമല്ല, ജിന്നുബാധയിൽ വിശ്വസിക്കുന്നത് അന്ധവിശ്വാസമല്ല. അന്ന് മടവൂരികൾ നമുക്കെതിൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും വലിയ ആരോപണമാണ് മുജാഹിദുകൾ ജിന്നു സേവയിലേക്കും പിശാച് പൂജയിലേക്കും കൊണ്ടുപോകുന്നു. അപ്പൊ പിശാചിനെ ആരാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ജിന്നുകളെ പൂജിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നവർ പറഞ്ഞു. അതിനവർ തെളിവാക്കിയത് എന്താണെന്നറിയോ? യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയുന്ന വിജനമായ മരുഭൂമിയിൽ വെച്ച് വിളിച്ചു പറയാനുള്ള ഒരു നിർദ്ദേശം പറയുന്ന ഹദീസുണ്ട്. ആ ഹദീസിൽ അത് പ്രാർത്ഥനയല്ല, അതൊരു കേവലം വിളി മാത്രമാണ് എന്ന് നമ്മൾ പറഞ്ഞു. കണ്ടോ, അവിടെ ജിന്നുകളോ മലക്കുകളോ ശബ്ദം കേൾക്കുന്ന പരിധിയിലുണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വെച്ച് വിളിക്കുന്നതാണ്, അതിൽ പ്രാർത്ഥനയില്ല എന്ന് പറഞ്ഞു. കണ്ടോ, ജിന്നിനെയും മലക്കിനെയും വിളിച്ച് പ്രാർത്ഥിക്കാം എന്നാണ് ഇവർ പറയുന്നത് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട്
അവർ നമുക്കെതിരെ തിരിഞ്ഞു. കണ്ടോ? വാസ്തവത്തിൽ 1980-കളിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയോട് ശബാബിലേക്ക് ചോദ്യം ചോദിക്കുകയും അദ്ദേഹം ഉത്തരം കൊടുക്കുകയും ചെയ്ത വിഷയമാണത്. ഈ വിഷയം യഥാർത്ഥത്തിൽ എങ്ങനെയാ ചർച്ച വരുന്നത്? ഇപ്പൊ ചില ആളുകളൊക്കെ പറയുന്നത് നമ്മളൊരു കള്ള ഹദീസും പിടിച്ച് നടക്കുക എന്നാണ്. നമ്മൾ കള്ള ഹദീസ് പിടിച്ച് നടക്കുന്നതല്ല. ഈ വിഷയം യഥാർത്ഥത്തിൽ ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്നില്ല, അത് വന്നേ എന്തുകൊണ്ടാ? ഞാൻ മറുപടി പ്രസംഗ രംഗത്തുള്ളതുകൊണ്ടാ. വെറും തെക്കുബിയും തസ്കിയത്തും പ്രസംഗിച്ച് കുത്തുബിയും പറഞ്ഞ് നടക്കുന്ന ആളാണെങ്കിൽ എന്റെ പ്രസംഗത്തിൽ വരൂല. കാരണം ഇത് ഖുറാഫികളുമായി തരത്തിലുള്ള വിഷയമാണ്. അള്ളാഹു വല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കുള്ള തെളിവ് യാ ഇബാദല്ലാഹ് അഈനൂനി എന്നിങ്ങനെ വിജനസ്ഥലത്ത് വെച്ച് വിളിക്കാനുള്ള ആഹ്വാനമാണ്. അത് മഹാന്മാരെ വിളിക്കുന്നതിന് തെളിവാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇല്ല, അത് മഹാന്മാരെ വിളിക്കുന്നതിന് തെളിവല്ല, ഗായിബീങ്ങളായ മറഞ്ഞിരിക്കുന്നവരെ വിളിക്കുന്നതിന് തെളിവല്ല. അത് ഹാളിറായ പ്രസന്റായ അവിടെ ഉള്ളവരെ വിളിക്കലാണ്. അതിൽ പ്രാർത്ഥനയില്ല, നിങ്ങൾക്കതിൽ തെളിവില്ല എന്ന് ആവർത്തിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തുകയുണ്ടായി. നിങ്ങൾ നോക്കൂ, ഇതാ ആ ചോദ്യം. ഇതാണ് ചോദ്യം, നിങ്ങൾ കേട്ടോളൂ. നീ ചോദ്യം ക്ലിപ്പാക്കണ്ട. സക്കരിയ സലാഹി പറഞ്ഞു എന്ത്? ഒരു സുന്നി മുസ്ലിയാരുടെ പ്രസംഗത്തിലെ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ചോദിക്കാണ്. ഇതേതാ ബുക്ക് എന്നറിയോ? പ്രാർത്ഥനാ തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി 2000 ഇറക്കി, 2005 സെക്കൻഡ് എഡിഷൻ ഇറക്കി. അതിലുണ്ട് ഈ ചോദ്യം. എന്താ ചോദ്യം? മുഅ്മിനുകളായ സജ്ജനങ്ങളോട് സഹായം തേടാമോ? 55-ാമത്തെ ചോദ്യം. വിജനമായ സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണം എന്ന് പറയണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. മുഹദ്ദിസുകളായ ആളുകൾ യാ ഇബാദല്ലാഹ് എന്നതിനെ മരിച്ചുപോയ സജ്ജനങ്ങളായ മുഅ്മിനുകളായ ആളുകൾ ആത്മാക്കളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. അവർ നിങ്ങളെ സഹായിക്കും. മരുഭൂമിയിലൊക്കെ ആവുമ്പോൾ പിശാചുക്കളുടെ വിഹാര കേന്ദ്രമാണ്. അവരിൽ ജിന്നുകളിൽപ്പെട്ട നല്ല വിഭാഗം ഉണ്ടാകും, അവരെയാണ് വിളിക്കുന്നത്. അവർ സഹായത്തിനെത്തും. ആ നിലക്ക് അള്ളാഹുവിന്റെ അടിമകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കെതിരിൽ ശിർക്കാരോപണം നടത്താൻ അബ്ദുസ്സലാം സുല്ലമി കണ്ടുപിടിച്ചത് ഈ ഹദീസിന് മുൻഗാമികൾ നൽകിയതുപോലുള്ള വ്യാഖ്യാനം നമ്മൾ നൽകിയതാണ്. അപ്പൊ നമ്മളെ വിമർശിച്ച് അവർ സംസാരിച്ചപ്പോ ഇത് നിങ്ങളുടെ പാളയത്തിലുള്ളവർ തന്നെ എഴുതി പുസ്തകമാക്കി പ്രചരിപ്പിക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഉയർത്തി കാണിച്ച പുസ്തകം അത്. ആ പുസ്തകത്തിൽ ഇതാ. അപ്പൊ ഇങ്ങനെ അള്ളാഹിന്റെ അടിമകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് മുസ്ലിയാക്കന്മാർ അതിനർത്ഥം കൊടുത്ത്. ജിന്ന് സത്യവും മിഥ്യയും എന്ന മുസ്ലിയാരെ പ്രസംഗത്തിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണ്. ഈ ഹദീസിനെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? അതിന് മുസ്ലിം മറുപടി കൊടുക്കുകയാണ് ശബാബിൽ. നമ്മൾ പിളരുന്നതിന് മുമ്പുള്ള സംഭവം ഞാൻ ഈ പറയുന്നത്, പിളർന്നതിന് ശേഷമല്ല. വിശുദ്ധ ഖുർആൻ അനേകം ആയത്തുകളിൽ യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വ്യക്തമാക്കിയ കാര്യമാണ് അല്ലാഹു അല്ലാത്ത ആരോടും ദുആ അഥവാ പ്രാർത്ഥന ചെയ്യാൻ പാടില്ല എന്നത്. ഇതിനെ എതിർക്കാൻ വേണ്ടി ഏതെങ്കിലും ഹദീസോ ഹദീസിന്റെ വ്യാഖ്യാനമോ ചൂണ്ടിക്കാണിക്കുന്നത് അള്ളാഹുവെയും അവന്റെ ഗ്രന്ഥത്തെയും അവഹേളിക്കുന്നതിന് തുല്യമാണ്. അള്ളാഹുവിന്റെ വചനത്തിന് താഴെ മാത്രമേ മറ്റേത് വചനത്തിനും സത്യവിശ്വാസി വില കൽപ്പിക്കാൻ പാടുള്ളൂ. പിന്നെ